ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ് എന്നതിലെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ, ബി, സി വിഭാഗങ്ങളിൽ നിന്നും അനുയോജ്യമായവ തിരഞ്ഞെടുത്ത് നൽകിയിരിക്കുന്ന മാതൃക പോലെ യോജിപ്പിക്കുക. അപ്പോൾ ഇതിൽ സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും തെർമോസ്ഫിയറും ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ട്രോപ്പോസ്ഫിയർ മാത്രമേ ആൻസർ ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ട്രോപ്പോസ്ഫിയർ തന്നെ നോക്കാം. ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത് 0 മുതൽ 18 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ഈ ട്രോപ്പോസ്ഫിയറിലാണ് ക്രമമായ താപനഷ്ട നിരക്ക് കണക്കാക്കുന്നത്. ക്രമമായ താപനഷ്ട നിരക്ക് വരുന്നതാണ് ട്രോപ്പോസ്ഫിയർ. ബാക്കിയുള്ളതെല്ലാം കൊടുത്തിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ 18 മുതൽ 50 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അടുത്തത് മീസോസ്ഫിയർ. കൃത്യമായിട്ട് കിലോമീറ്ററുകൾ പഠിച്ചു വെക്കണേ. 50 മുതൽ 80 വരെ കിലോമീറ്ററുകൾ വ്യാപിച്ച് കിടക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ്, മീസോസ്ഫിയറിൽ വെച്ചിട്ടാണ് ഉൽക്കകൾ കത്തി നശിക്കുന്നത്. അടുത്തതാണ് തെർമോസ്ഫിയർ. 80 കിലോമീറ്ററിന് മുകളിലായിരിക്കും. അവിടെയാണ് അയണോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ അയണോസ്ഫിയർ അവിടെയാണ്. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ ട്രോപ്പോസ്ഫിയർ 0 മുതൽ 18 കിലോമീറ്റർ വരെ ക്രമമായ താപനിഷ്ഠ നിരക്ക് കാണിക്കുന്ന ഭാഗമാണ് ട്രോപ്പോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുമ്പോൾ 18 മുതൽ 50 കിലോമീറ്റർ വരെയാണ് അതിന്റെ ദൂരം എന്ന് പറയുന്നത്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നു. മീസോസ്ഫിയർ 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉൽക്കകൾ കത്തി നശിക്കുന്നു. തെർമോസ്ഫിയർ 80 കിലോമീറ്ററിന് മുകളിൽ അയണോസ്ഫിയറുമാണ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉയരത്തിന് ആനുപാതികമായി ക്രമമായ താപനഷ്ടം സംഭവിക്കുന്നു. അന്തരീക്ഷത്തിന്റെ ഏത് പാളിയാണ് ക്രമമായ താപനഷ്ടം അനുഭവപ്പെടുന്നത്? നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആൻസർ വരുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയറിലാണ് ക്രമമായ താപനിഷ്ഠ നിരക്ക് കാണിക്കുന്നത്. ക്രമമായ താപനിഷ്ഠ നിരക്ക് എത്രയാണെന്ന് പ്രസ്താവിക്കാൻ പറഞ്ഞാൽ 1 ഡിഗ്രി സെൽഷ്യസിന് 165 മീറ്റർ എന്ന കണക്കിലാണ്. അതായത് 165 മീറ്ററിൽ 1 ഡിഗ്രി കുറയുന്നു എന്നുള്ള കണക്കിലാണ് താപനിഷ്ഠ നിരക്ക് കണക്കാക്കുന്നത്. അടുത്തതാണ്, ഈ ഒരു ചോദ്യം ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലപ്പോൾ ചോദിക്കും, സമുദ്രനിരക്കിൽ അന്തരീക്ഷ താപം 30 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കെ 1650 മീറ്റർ ഉയരത്തിൽ ഏകദേശ താപനില കണക്കാക്കുക. അപ്പോൾ നിങ്ങൾ കണക്കാക്കേണ്ടത് 1650നെ 165 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1650 ഇവിടെ തന്നിട്ടുള്ള മീറ്ററിനെ 165, 1 ഡിഗ്രിക്ക് 165 എന്ന കണക്കിലാണ്. അപ്പോൾ 165 കൊണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ 30 - 10 ചെയ്ത് കഴിഞ്ഞാൽ 20 ഡിഗ്രി സെൽഷ്യസ് എന്ന് ആൻസർ കിട്ടും. അതായത് നമുക്ക് കിട്ടിയത് എത്രയാണോ അതിൽ നിന്ന് തന്നിട്ടുള്ള സെൽഷ്യസിൽ നിന്ന് കുറച്ചാൽ മതി, ആൻസർ കിട്ടും. അടുത്ത ചോദ്യം, ഹോമോസ്ഫിയർ എന്ന് വിളിക്കപ്പെടുന്ന അന്തരീക്ഷ ഭാഗത്തിന്റെ വ്യാപ്തി താഴെ പറയുന്നവയിൽ ഏതാണ്? ഹോമോസ്ഫിയർ എന്ന് പറയുന്നത് എത്ര മുതൽ എത്ര കിലോമീറ്റർ വരെയാണ്? ഇതായിരിക്കും ചോദ്യം വരാൻ സാധ്യത. ഇങ്ങനെയായിരിക്കും ചോദിക്കുക. 0 മുതൽ 90 കിലോമീറ്റർ വരെയാണ്. ബാക്കിയുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എഴുതാനും കഴിയണം. അതുകൊണ്ടാണ് പറയുന്നത് ഹോമോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 0 മുതൽ 90 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഹോമോസ്ഫിയർ. അടുത്ത ചോദ്യം, ഭൗമാന്തരീക്ഷത്തിൽ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിന് ശേഷം വാതക സംരചനയിൽ ഐക്യരൂപം ഇല്ല. പ്രസ്തുത അന്തരീക്ഷ ഭാഗത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെറ്ററോസ്ഫിയർ. കേട്ടിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്ന ഭാഗമാണ് ഭൗമാന്തരീക്ഷത്തിന്റെ ഏകദേശം 90 കിലോമീറ്റർ ഉയരത്തിന് ശേഷം വാതക സംരചനം ഐക്യരൂപം ഇല്ല. പ്രസ്തുത അന്തരീക്ഷത്തിന്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഹെറ്ററോസ്ഫിയർ ആണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഏതാണ്? ഓക്സിജൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ PSC ഓപ്ഷനിൽ നൈട്രജൻ ആയിരുന്നു, പ്രാവശ്യം ഓക്സിജൻ ആണ്. അത്രയേ ഉള്ളൂ, മാറ്റം വന്നിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും ഓസോണും ഹരിതഗൃഹവാതകമാണെന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്ത ചോദ്യം, മേഘാവൃതമായ ദിവസങ്ങളിൽ താരതമ്യേന ഉയർന്ന അന്തരീക്ഷ താപം അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം അന്തരീക്ഷത്തിലെ നീരാവിയും മേഘങ്ങളും ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമാകുന്നു. ഈ ഭൗമവികിരണത്തെ തടയുകയും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നതിനാൽ ഭൂമിയോടടുത്ത് കൂടുതൽ താപം നിലനിൽക്കുന്നു. ഇതുകൊണ്ടാണ് മേഘാവൃതമായ ദിവസങ്ങളിൽ താരതമ്യേന ഉയർന്ന അന്തരീക്ഷ താപം അനുഭവപ്പെടുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷ ഗൃഹം പോലെ പ്രവർത്തിക്കുന്നു. എന്താണ് അന്തരീക്ഷ ഗൃഹങ്ങൾ? എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്ന അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം വിശദമാക്കുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഹരിതഗൃഹം എന്താണെന്ന് നോക്കാം. ശൈത്യമേഖലാ രാജ്യങ്ങളിൽ സസ്യങ്ങളെ കൊടും ശൈത്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ഗ്ലാസ് മേൽക്കൂര, നമ്മളെ SCERT ടെക്സ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് അവർ കാണിച്ചു തന്നൊരു ഭാഗം കൂടിയാണ്.
ഗ്ലാസ് മേൽക്കൂരയുള്ള ഭവനങ്ങൾ നിർമ്മിക്കുന്നു. ഇത് സൗരവികിരണങ്ങളെ ഉള്ളിലേക്ക് കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്നതിനാൽ സസ്യങ്ങൾക്ക് ആവശ്യമായ താപം നിലനിർത്താൻ സഹായകമാണ്. ഇത്തരം നിർമ്മിതികളെയാണ് ഹരിതഗൃഹവാതകങ്ങൾ അല്ലെങ്കിൽ ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്നത്. വാതകങ്ങളല്ല, ഹരിതഗൃഹങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ പ്രഭാവം വിശദീകരിക്കുക അല്ലെങ്കിൽ വിശദമാക്കുക. അന്തരീക്ഷത്തിലെ ചില വാതകങ്ങൾ ഇത്തരത്തിൽ സൗരവികിരണത്തെ കടത്തിവിടുകയും ഭൗമവികിരണത്തെ തടയുകയും ചെയ്യുന്നതിലൂടെ അന്തരീക്ഷ താപം കുറയാതെ നിലനിർത്തുന്നു. ഇതിനെയാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. വാതകങ്ങളാണ്, അതിൽ വരുന്ന വാതകങ്ങളാണ് കാർബൺ ഡയോക്സൈഡ്, മീഥേന്, ഓസോണ്, നീരാവി തുടങ്ങിയവ. ഈ പ്രതിഭാസമാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിലെ ആനുപാതിക അളവിന്റെ അവരോഹണ ക്രമത്തിൽ വാതകങ്ങളെ, അതായത് അന്തരീക്ഷത്തിലെ വാതകങ്ങളെ അവയുടെ അവരോഹണ ക്രമത്തിൽ എഴുതുക. അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുക. ഫസ്റ്റ് വരുന്നത് നൈട്രജൻ ആണ്. ഫസ്റ്റ് നൈട്രജൻ. സെക്കൻഡ് വരുന്നത് നമുക്കറിയാം ഓക്സിജൻ ആണ്. മൂന്നാമത് വരുന്നത് ആർഗൺ ആണ്. നാലാമതാണ് കാർബൺ ഡയോക്സൈഡിന്റെ സ്ഥാനം. കൃത്യമായിട്ട് തന്നെ പഠിക്കണം. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ് എന്ന രീതിയിലാണ്. അപ്പോൾ അടുത്ത ചാപ്റ്റർ ആണ് ഭൗമരഹസ്യങ്ങൾ തേടി. ഭൗമരഹസ്യങ്ങൾ തേടി എന്നിട്ടുള്ള ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത്. നമുക്ക് നോക്കാം. ഇവിടെ ക്രമ നമ്പർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആഗ്നേയശിലയാണ്. ആഗ്നേയശില രൂപം കൊള്ളുന്ന പ്രക്രിയയാണ്. മാഗ്മ തണുത്തുറഞ്ഞിട്ടാണ് ആഗ്നേയശില രൂപം കൊള്ളുന്നത്. ഇനി ഇവിടെ വരുന്നത് അവസാദശിലയാണ്. അവസാദശില. ശിലാപദാർത്ഥങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ട് ഉറയ്ക്കുന്നതിനെയാണ് അവസാദശില എന്ന് പറയുന്നത്. അടുത്തത് കായാന്തരിത ശില. കായാന്തരിത ശില എന്ന് പറയുന്നത് ഉയർന്ന താപമർദ്ദങ്ങളാൽ ശിലകൾ ഭൗതികവും രാസപരവുമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഇതിനെയാണ് കായാന്തരിത ശിലകൾ ആയി മാറുന്നത്. അടുത്ത ചോദ്യം, ഭൗമപാളികളിൽ ഏറ്റവും കനം കുറഞ്ഞ പാളിയെക്കുറിച്ച് കുറിപ്പെഴുതുക. ഏറ്റവും കനം കുറഞ്ഞ പാളിയാണ് ഭൂവൽക്കമാണ് ഭൗമപാളികളിൽ ഏറ്റവും കനം കുറഞ്ഞത്. ഏകദേശ കനം 40 കിലോമീറ്റർ ആണ്. ശ്രദ്ധിച്ചോളൂ, 40 കിലോമീറ്റർ ആണ്. രണ്ട് ഭാഗങ്ങളാണ് വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും എന്ന് പറയുന്നത്. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളതിൽ ഭൂമിയുടെ ഏറ്റവും ഉള്ളിലുള്ള പാളി ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, അകക്കാമ്പാണ്. അടുത്ത ചോദ്യം, വിവിധ ഭൗമപാളികളുടെ പേരുകളാണ് ചുവടെ ചേർക്കുന്നത്. അവയെ ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന തരത്തിൽ ക്രമീകരിച്ച് എഴുതുക. അപ്പോൾ ആദ്യം വരുന്നത് ഭൂവൽക്കമാണ്, പിന്നെ മാൻഡിലാണ്, പിന്നെ പുറക്കാമ്പാണ്, പിന്നെ അകക്കാമ്പാണ്. അതായത് ഉപരിതലത്തിൽ നിന്നും ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉപരിതലത്തിൽ ഭൂവൽക്കമാണ്, പിന്നെ മാൻഡിലാണ്, പിന്നെ പുറക്കാമ്പാണ്, പിന്നെ അകക്കാമ്പാണ്. അടുത്ത ചോദ്യം, മരുഭൂമികളിൽ ഏറ്റവും സജീവമായി നടക്കുന്നത് ഏത് തരം അപക്ഷയമാണ്? എന്തുകൊണ്ടാണ്? ഭൗതിക അപക്ഷയമാണ് മരുഭൂമികളിൽ നടക്കുന്നത്. ഭൗതിക അപക്ഷയമാണ്. ഉയർന്ന താപം അനുഭവപ്പെടുമ്പോൾ ധാതുക്കളുടെ വികാസത്തിന് കാരണമാവുകയും തുടർന്ന് അവ ശിഥിലമാവുകയും ചെയ്യുന്നു. ഇതാണ് ഭൗതിക അപക്ഷയത്തിന് കാരണമാകുന്നത് മരുഭൂമികളിൽ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ളത് ഞാൻ വീണ്ടും പറയുന്നു, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. LDK ആ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനി ചോദിക്കാൻ സാധ്യത. പക്ഷേ PSCയുടെ സ്വഭാവം അനുസരിച്ച് ഇനി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ പഴയ മോഡലും ചോദിക്കാം. അതുകൊണ്ടാണ് രണ്ടും ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.